എല്ലാവർക്കും നമസ്കാരം. മേക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ IPLൻ്റെ ആവേശത്തിൽ തന്നെയാണ് നമ്മൾ ഏപ്രിൽ മെയ് മാസങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും BCCIയുടെ കണ്ണ് വരാനിരിക്കുന്ന T20 ലോകകപ്പിൽ തന്നെയാണ്. വൈകാതെ തന്നെ ഇന്ത്യയുടെ സ്ക്വാഡ് പ്രഖ്യാപിക്കും എന്ന് നമുക്ക് കരുതാം. T20 ലോകകപ്പിൽ ഇടം നേടാൻ ശരിക്കും വാശിയേറിയ പോരാട്ടങ്ങൾ തന്നെയാണ് എല്ലാ യുവതാരങ്ങൾ ഉൾപ്പെടെ IPL 2024 കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ T20 വേൾഡ് കപ്പിലുള്ള സ്ക്വാഡിൽ ആരൊക്കെ ഇടം നേടുമെന്ന് വളരെ ആവേശത്തിൽ തന്നെയാണ് ആരാധകർ ആ ഒരു സ്ക്വാഡ് പ്രഖ്യാപനത്തിലേക്ക് കാത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ മുൻ സീനിയർ താരമായിട്ടുള്ള മുഹമ്മദ് കൈഫ് അദ്ദേഹത്തിൻ്റെ ഒരു 15-അംഗ സ്ക്വാഡിനെ T20 വേൾഡ് കപ്പിനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു 15-അംഗ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഒരു സ്ക്വാഡ് നമുക്കിപ്പോൾ നോക്കാം. സ്റ്റാർ സ്പോർട്സ് വഴിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡ്രീമിലുള്ള T20 വേൾഡ് കപ്പിലുള്ള 15-അംഗ ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ഒരു സ്ക്വാഡിൽ പ്രധാനമായും വന്ന ചില മാറ്റങ്ങളെന്ന് പറയുന്നത് KL രാഹുൽ, സഞ്ജു സാംസൺ, റിങ്കു സിംഗ് തുടങ്ങിയ 3 താരങ്ങൾക്കും ഈ ഒരു ടീമിൽ ഇടമില്ല. നമുക്കറിയാം 2 വിക്കറ്റ് കീപ്പർമാർ സഞ്ജു സാംസണും KL രാഹുലും മികച്ച ഫോമിലാണ് IPL കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇരു താരങ്ങൾക്കും ഈ ഒരു മുഹമ്മദ് കൈഫിൻ്റെ സ്ക്വാഡിൽ ഇടമില്ല. ഒപ്പം വെടിക്കെട്ട് ബിഗ് ഹിറ്ററായിട്ടുള്ള റിങ്കു സിംഗിനെയും അദ്ദേഹം പരിഗണിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു 15-അംഗ സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ യശസ്വി ജയ്സ്വാൾ, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, ഏറെക്കാലമായി ഇന്ത്യൻ ടീമിൽ നിന്ന് പരിക്കുമൂലം വിട്ടുനിൽക്കുന്ന ഹാർദിക് പാണ്ഡ്യയെ അദ്ദേഹം ടീമിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിക്കറ്റ് കീപ്പറായി എല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഋഷഭ് പന്തിനെയാണ് മുഹമ്മദ് കൈഫ് തൻ്റെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അക്സർ പട്ടേൽ, രവീന്ദ്ര ജഡേജ, കുൽദീപ് യാദവ്, യുസ്വേന്ദ്ര ചഹൽ, നമുക്ക് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി വെടിക്കെട്ട് പ്രകടനമാണ് ചഹൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പർപ്പിൾ ക്യാപ്പിലും അദ്ദേഹം മുന്നിൽ തന്നെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവാണ് ഇന്ത്യൻ ടീമിലേക്ക് ഉണ്ടാകുമെന്നാണ് കൈഫിൻ്റെ ആ ഒരു വിലയിരുത്തൽ. അർഷ്ദീപ് സിംഗ്, അതോടൊപ്പം തന്നെ ജസ്പ്രീത് ബുംറ, ശിവം ഡ്യൂബെ, റിയാൻ പരാഗ്, മുഹമ്മദ് സിറാജ്. റിയാൻ പരാഗ് നമുക്കറിയാം രാജസ്ഥാൻ റോയൽസിന് വേണ്ടി മികച്ച പ്രകടനമാണ് കഴിഞ്ഞ 5 മത്സരങ്ങളിൽ പരാഗ് കാഴ്ചവെച്ചത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇന്ത്യൻ ടീമിലേക്കുള്ള ഡെബ്യൂ T20 വേൾഡ് കപ്പിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കൈഫിൻ്റെ ടീമിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതാണ് മുഹമ്മദ് കൈഫ് തൻ്റെ T20 വേൾഡ് കപ്പിലുള്ള 15-അംഗ ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചത്. ഇത് പ്രകാരം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു 15-അംഗ സ്ക്വാഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരേ ഒരു വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് മാത്രമാണ്. നമുക്കറിയാം 2 വിക്കറ്റ് കീപ്പർമാരെ പരിഗണിക്കാം. പക്ഷേ ഈ ഒരു കൈഫിൻ്റെ സ്ക്വാഡിൽ ഋഷഭ് പന്ത് മാത്രമാണ് വിക്കറ്റ് കീപ്പർ ബാറ്റർ റോളിലേക്ക് വന്നിട്ടുള്ളത്. ബാക്കി സഞ്ജു സാംസണും അതോടൊപ്പം തന്നെ KL രാഹുലും ഇടവില്ല. ഓപ്പണിങ്ങിൽ ഇത്തവണയും യശസ്വി ജയ്സ്വാൾ, അതോടൊപ്പം തന്നെ രോഹിത് ശർമ്മ സെക്കൻഡ് ആയിരിക്കും. പിന്നെ സീനിയർ താരമായ വിരാട് കോഹ്ലി അദ്ദേഹവും ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ യുവതാരമായിട്ട് അല്ലെങ്കിൽ ഡെബ്യൂ കളിക്കാൻ പോകുന്ന റിയാൻ പരാഗിനെയും പരിഗണിച്ചിട്ടുണ്ട്. ഇതാണ് മുഹമ്മദ് കൈഫ് തൻ്റെ 15-അംഗ T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.